ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇപ്രാവശ്യത്തെ റമദാനിലേക്ക് ഉന്നക്കായി ഉണ്ടാക്കിയാലോ? നമുക്ക് ഉന്നക്കായൊക്കെ ഇല്ലാണ്ട് എന്ത് റമദാനിലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിൽ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഉന്നക്കായാണ് കേട്ടോ. അധികം ആൾക്കാർക്കും അറിയുണ്ടാവുമായിരിക്കും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഞാനിപ്പോൾ 4 പഴം എടുത്തിട്ടുണ്ട്. ഉന്നക്കായ്ക്ക് നമ്മൾ പഴം എടുക്കുമ്പോൾ എപ്പോൾ ഒരു മീഡിയം പൈപ്പാട്ടോ പാടുള്ളൂ, ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്, അപ്പോൾ ഇത് റെഡി ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇതാ ഞാൻ അതൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്, സ്റ്റീമറിലാട്ടോ പുഴുങ്ങിയെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് മാറ്റാം, ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലതുപോലെ മെൽട്ടായാലും ഞാനിപ്പോൾ എന്താ പറയുക, ക്രഷ് ചെയ്ത കാഷ്യൂവും ബദാമിൻ്റെ മിക്സില്ലേ അതാട്ടോ എടുത്തത്. നിങ്ങൾക്ക് അല്ലാണ്ട് ഉണ്ടെങ്കിൽ അത് എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ക്രഷ് ചെയ്തിട്ട് ഇട്ടതാണ്. ക്രഷ് ചെയ്ത് ഓൾറെഡി ഉള്ളത് കൊണ്ട് അതിട്ട് കൊടുത്തതാട്ടോ. ഇനി ഇത് നല്ലപോലെ നെയ്യിൽ കിടന്ന് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം നമ്മൾ പഴം എടുക്കുന്നു അതിനനുസരിച്ച് ഫില്ലിങ്ങിൻ്റെ എല്ലാ അളവ് കൂട്ടാട്ടോ. ഫില്ലിങ് എന്തായാലും നമുക്ക് ഒരുപാട് വെക്കാനൊന്നും പറ്റൂലല്ലോ, അതുകൊണ്ട് കുറച്ച് മതി, അത് ശ്രദ്ധിച്ചിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 5 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എന്താ പറയുക, കണക്ക് പറയുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചസാര എല്ലാം തേങ്ങയിൽ നല്ലതുപോലെ മിക്സായിട്ട് വരണം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു പിഞ്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഫില്ലിങ് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഉന്നക്കായൻ്റെ ഫില്ലിങ്ങില്ലേ പല ടൈപ്പിലുണ്ടാക്കും. ശർക്കര എന്താ പറയുക, പഞ്ചസാര ഇടാണ്ട് ശർക്കര വെച്ചിട്ടുണ്ടാക്കും, വെറും മുട്ട മാത്രം ഉണ്ടാക്കും, തേങ്ങയും മുട്ടയും വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കും, തേങ്ങ മാത്രം ഉണ്ടാക്കും. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഈ മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മുട്ട ഒരു സൈഡിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ബാക്കി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങയിലേക്ക് ആ മുട്ട മൊത്തം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഈ ഫില്ലിങ് കഴിക്കാൻ. അപ്പോൾ ഇതാ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. നേരത്തെ നമ്മൾ പുഴുങ്ങിയെടുത്ത പഴമില്ലേ അത് നല്ലതുപോലെ ഞാനിപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു മാഷർ വെച്ചിട്ട് ഉടച്ചാലും മതി, അല്ലാണ്ട് മിക്സിൻ്റെ ജാറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് കയ്യിൽ നെയ്യ് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് കുഞ്ഞായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഒരു കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് അടച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കൈൻ്റെ ഉള്ളിൽ വെച്ച് ഇതേപോലെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ ഇത് കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവുമായിരിക്കും. ഈ ഷേപ്പ് ചെയ്യുന്നത് ഇതേപോലെ ഞാനിപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 4 പഴമാണ് എടുത്തത്. ഏകദേശം ഒരു 12 ഉന്നക്കായി ആട്ടോ എനിക്ക് കിട്ടിയത്. ഈ ഒരു വലുപ്പത്തിലുള്ള 12 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ഷേപ്പിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് എന്താ പറയുക, ഇത് കുക്കായ സാധനമാണല്ലോ, അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു സൈഡ് ഇതേപോലെ ഗോൾഡൻ കളറായാൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. നോമ്പിനേക്ക് ഇതന്നെ ആയിക്കോട്ടെ. ഓക്കെ.